ശ്രീ ജോർജ് പൊടിപാറ, ഇന്നിപ്പോൾ കോടതി ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഞെട്ടിയിരിക്കുകയാണ്. അതിന്മേൽ ചില നിഗമനങ്ങളിലേക്കും കോടതി എത്തുന്നുണ്ട്. അതിലൊന്നാണ് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ച പറ്റി എന്നുള്ളത്. ഇവിടെ നിന്നും സ്വർണം പോയതിന്റെ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പറയുന്നു. 2019 മാർച്ച് 4 ശ്രീകോവിലിന്റെ മുൻവാതിലും പിൻവാതിലും സ്വർണം പൂശി. ഇത് ഗോവർദ്ധൻ എന്ന സ്പോൺസർക്ക് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നൽകി. ഇതിനായി ഉപയോഗിച്ചത് 320 ഗ്രാം സ്വർണമാണ്. 2019 മാർച്ച് 1 200 ഗ്രാം സ്വർണം ഗോവർദ്ധൻ എത്തിച്ചു നൽകുന്നു. 2019 മാർച്ച് 4 125.5 ഗ്രാം സ്വർണം കൂടി ഇതേ സ്പോൺസർ നൽകുന്നു. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിനെ സമീപിക്കുകയാണ്. ശിവരൂപം ഉൾപ്പെടെ 7 പാളികളുമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയത്. സ്വർണം പൂശിയ പാളികളിൽ വീണ്ടും സ്വർണം പൂശുന്നതിൽ സ്മാർട്ട് ക്രിയേഷൻസിന് വൈദഗ്ധ്യമുണ്ടായിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് ചെമ്പുപാളികളിൽ സ്വർണം പൂശി. 2019 ജൂൺ 10 ഗോവർദ്ധൻ വീണ്ടും 186.587 ഗ്രാം സ്വർണം കൂടി എത്തിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസ് 2019 ജൂൺ 15 നിർമ്മാണം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നു. അധിക സ്വർണം ഗോവർദ്ധന് തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് നൽകുന്നു. 2019 ഓഗസ്റ്റിൽ 14 സ്വർണം പൂശിയ ദ്വാരപാലക പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചു. ഇതിലും സ്വർണം പൂശുന്നതിൽ വൈദഗ്ധ്യമില്ല എന്ന് ഈ സ്മാർട്ട് ക്രിയേഷൻസ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ വൈദഗ്ധ്യമില്ലാത്തവരിലേക്ക് തന്നെ വീണ്ടും പോറ്റി എത്തുന്നു. വൈദഗ്ധ്യമില്ലാത്തവരെ കൊണ്ട് സ്വർണം അലിയിപ്പിച്ചെടുക്കുന്നു. പിന്നീട് കട്ടികളാക്കി പോറ്റിക്ക് തന്നെ നൽകുന്നു. ബാക്കിയുള്ളത് പൂശുന്നു. ബാക്കിയുള്ളത് അവരുടെ പ്രതിഫലമായി 109 ഗ്രാം സ്വർണം അവരെടുക്കുന്നു. ബാക്കി 474.9 ഗ്രാം കട്ടികളാക്കി കൊടുത്തുവിട്ടു. ഇത്രയുമാണ് ഇപ്പോൾ മൊഴിയായി ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരി നൽകിയിരിക്കുന്നത്, ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ MD. ഇതിൽ നിന്നും അങ്ങേക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഇതിൽ പുതിയ പേരുകൾ കൂടി വരികയാണ്. കൽപേഷ് വരുന്നു, ഗോവർദ്ധൻ വരുന്നു. ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഈ പ്രതികരണത്തെയും അത്ര വിശ്വാസത്തിലെടുത്തിട്ടില്ല കോടതി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ നേരത്തെ ശില്പി മഹേഷ് പറഞ്ഞതുപോലെ ഇതിനും മുകളിൽ ആരൊക്കെയോ ഉണ്ട്. അവരെ രക്ഷിക്കാൻ ഇവിടെ ഞങ്ങൾ തീർപ്പാക്കി എന്ന രൂപത്തിൽ അത് അവതരിപ്പിക്കുകയാണെന്ന സംശയം വരികയാണ്. സ്മൃതി, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മാധ്യമപ്രവർത്തകരോട് ഈ പറയുന്ന ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഭണ്ഡാരി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടിയത് ചെമ്പുപാളികളാണ്, പുതിയ ചെമ്പുപാളികളിൽ മാത്രമേ ഞങ്ങൾ സ്വർണം പൂശുകയുള്ളൂ. അങ്ങനെ പറഞ്ഞ ഭണ്ഡാരി ഇപ്പോൾ ദേവസ്വം വിജിലൻസിനോട് മൊഴി കൊടുത്തപ്പോൾ നേരെ തിരിച്ചാണ് പറയുന്നത്. ഞങ്ങളുടെ അടുത്തേക്ക് സ്വർണം എന്താ പറയുക ക്ലാഡ് ചെയ്ത ഈ പാളികളാണ് കൊണ്ടുവന്നത്. ആ പാളികളിൽ നിന്ന് ഞങ്ങൾ രാസപ്രയോഗത്തിലൂടെ ഈ സ്വർണം ഒരുക്കി വേർതിരിച്ചെടുത്തു. എന്നിട്ട് കണക്കുകൾ പറയുന്നു. ആ കണക്ക് കൃത്യമായിട്ട് ഞാൻ പറയാൻ പറ്റുന്നില്ല, താങ്കൾ പറഞ്ഞല്ലോ. അങ്ങനെ കണക്കുകൾ പറഞ്ഞിട്ട് അവസാനം ഏതാണ്ട് 490 ഏതാണ്ട് 1/2 കിലോയോളം സ്വർണം ഈ സ്വർണം കട്ടികളാക്കി ഈ പറയുന്ന കൽപ്പേനു അല്ലെങ്കിൽ പുതുതായിട്ട് ഇന്ന് പേര് കേട്ട ആ കക്ഷി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നോമിനി ആയിട്ടുള്ള കൽപേഷിന്റെ കൽപേഷിനെ ഏൽപ്പിച്ചു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കൽപേഷ് ഈ സ്വർണ്ണക്കട്ടി ഈ കട്ടികൾ ഈ പറഞ്ഞ ശബരിമലയിൽ ഏൽപ്പിച്ചോ? ദേവസ്വം ബോർഡിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബന്ധപ്പെട്ട ഈ മഹസറിൽ ചെമ്പ് പാളികളാണ്, ചെമ്പ് തകിടുകളാണെന്ന് ഒപ്പിട്ട് വെച്ച ഈ 9 പേരിൽ ആരെയെങ്കിലും ഏൽപ്പിച്ചോ? എന്തെങ്കിലും കണക്ക് കൊടുത്തോ? കൊടുത്തില്ലെങ്കിൽ അതെന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ഇത്രയും അളവിലുള്ള സ്വർണം അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ട് ആ കട്ടികൾ ദേവസ്വത്തെ ഈ പറഞ്ഞ ശബരിമലയിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്ത് വലിയ മഹാ അപരാധമാണിത്. എന്നിട്ട് ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഇപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന CPIM പ്രതിനിധിയും പറയാണ് ഞങ്ങളിത് അറിയാത്തതൊരു അപരാധമാണെന്ന് അവർക്ക് തോന്നുന്നേയില്ല. നമ്മുടെ നാട് ചില അറിവില്ലായ്മ, അജ്ഞത, ഒരു നിയമത്തെക്കുറിച്ച് അറിവില്ലാത്തത് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല ഈ നാട്ടിൽ നമുക്കറിയാമല്ലോ. ഒന്നുകൂടി ഞാൻ പറയാണ്, വെറും ഒരു ട്രെയിൻ അപകടത്തിൻ്റെ പേരിൽ റെയിൽവേ മന്ത്രിസ്ഥാനം രാജിവെച്ച ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ നാടാണിത്. വെറും ഒരു കോടതി പരാമർശത്തിൻ്റെ പേരിൽ, അത്രയൊന്നും വലുതല്ലാത്തൊരു പരാമർശത്തിൻ്റെ പേരിൽ വനം മന്ത്രിസ്ഥാനം രാജിവെച്ച KP വിശ്വനാഥനെ ഓർക്കുക. നിങ്ങൾ ബഹളം ഉണ്ടാക്കി ഒരു സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന ഒരൊറ്റ പരാമർശത്തിൻ്റെ പേരിൽ KM മാണിയെ കൊണ്ട് രാജിവെപ്പിച്ചവരാണ് നിങ്ങൾ. ഏതായാലും ശബരിമലയിലെ കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റിയിടത്തോളം ഒന്നും വരില്ലല്ലോ ഈ വിഷയങ്ങൾ.
ദേവസ്വം ബോർഡിൻ്റെ അധികാരത്തിലുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിയമിതമായ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും മെമ്പർമാരും ശബരിമല എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഭക്തജനങ്ങൾ ആരാധിക്കുന്ന ശ്രീകോവിലിനോട് ചേർന്നുള്ള ദ്വാരപാലക ശില്പത്തിലെയും ശ്രീകോവിലിലെ വാതിൽപ്പാളികളിലെയും കട്ടളയിലെയും സ്വർണം അടിച്ചു മാറ്റിയിട്ട് ഒരു വികാരവും തോന്നുന്നില്ലേ? അതിൽ ഞങ്ങൾക്കൊരു കുറ്റബോധമില്ല, ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല. കേവലമായിട്ടുള്ളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, കേവലമായിട്ട് ഇന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞതുപോലെ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. കോടതി അന്വേഷിക്കട്ടെ, കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ കേസെടുത്തിട്ട് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ നിങ്ങൾ കണ്ടെത്തി, നിങ്ങൾ കേസെടുത്ത്, നിങ്ങൾ ഈ കുറ്റവാളികളുടെ നേരെ ഒരു ചാർജ് ഷീറ്റ്, ഒരു കുറ്റപത്രം തയ്യാറാക്കി അവരെ അറസ്റ്റ് ചെയ്ത്, അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിനെയൊക്കെ ഈ ഭക്തജനങ്ങളും കേരള സമൂഹവും അംഗീകരിച്ചേനെ. ഇത് സംശയം തോന്നിയ ഏതോ ഒരു ഭക്തൻ ഹൈക്കോടതിയിൽ പരാതി കൊടുത്തതിനെ തുടർന്ന് ദേവസ്വം ബെഞ്ച് അന്വേഷണം നടത്തി ഈ ദേവസ്വം വിജിലൻസിനെ കണ്ട് അന്വേഷിപ്പിച്ച് ഒരു റിപ്പോർട്ട് വാങ്ങി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏർപ്പെടുത്തി ഇന്ന് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനും ആ ടീമിനെ DGPയെ വരെ കക്ഷിയാക്കിക്കൊണ്ട് അന്വേഷണത്തിന് മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു കുറ്റം തെളിയിക്കട്ടെ, ഞങ്ങൾ ഹൈക്കോടതിക്കൊപ്പമാണ്. ദേവസ്വം മന്ത്രി പറയുന്നു ഞങ്ങൾ ഹൈക്കോടതിക്കൊപ്പമാണ്. ശ്രീ പത്മനാഭൻ നേരത്തെ പറഞ്ഞതിനോടാണ് ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. ഇതറിയാതെ പോയവരാണ് ഈ ചെമ്പുപാളിയാണ് ആണെന്ന് ഇനി ഈ തന്ത്രി പറയട്ടെ, മേൽശാന്തി പറയട്ടെ, ബാക്കി 7 ഉദ്യോഗസ്ഥർ പറയട്ടെ. പക്ഷേ ചെമ്പുപാളി അല്ല എന്ന് മിനിമം അറിയാനുള്ളൊരു ബാധ്യത ആ ശബരിമലയെക്കുറിച്ച് അറിയുന്ന 99-ൽ അവിടെ ക്ലാഡ് ചെയ്തത് സ്വർണ്ണപ്പാളികളാണെന്ന് അറിയാത്ത ഒരു ദേവസ്വം പ്രസിഡന്റിന് സത്യം പറയട്ടെ എനിക്ക് സഹതാപം തോന്നുകയാണ്. ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാം അവിടെ എന്താ നടന്നതെന്നുള്ളത്. അതുപോലും അറിയാത്ത ഒരാൾ ദേവസ്വം പ്രസിഡൻ്റായിട്ടിരിക്കുന്നു. അത് ചെമ്പ് സ്വർണം പൂശിയതാണ്, അല്ല സ്വർണം പൊതിഞ്ഞതാണെന്ന് പോലും അറിയാത്ത ഒരു ദേവസ്വം പ്രസിഡൻ്റ് ആണെങ്കിൽ കഷ്ടം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അത്ര പോലും അറിയാത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അത്ര പോലും പരിജ്ഞാനമില്ലാത്ത ദേവസ്വം ബോർഡ് മെമ്പർമാർക്കും ആ ശബരിമലയുടെ പടി ചവിട്ടാൻ യോഗ്യതയില്ല. ഭരണപക്ഷം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. UDF കാലത്ത് ഈ അവിടെ ശബരിമലയിൽ പാത്രങ്ങൾ വാങ്ങിയതിലെ അഴിമതി അത് കോടതി വരെ എത്തിയതാണല്ലോ. അപ്പോൾ പാത്രങ്ങൾ വാങ്ങിയതിലെ അഴിമതി ഇതിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് അതും ഒരു ആരോപണമായി ഉന്നയിക്കുക. അതായത് നടാടെ നടക്കുന്ന ഒരു സംഭവമല്ല, അവിടെ അഴിമതിയുണ്ട്, അഴിമതിക്കാർ അതിനകത്തുണ്ട്, ഉദ്യോഗസ്ഥരായിട്ടുണ്ട്. അതിൽ അന്നത്തെ മന്ത്രിയുടെ സഹോദരനെ അടക്കം ഉള്ള കേസായിരുന്നു അത്. ആ കാര്യങ്ങളടക്കമാണ് മറുവാദമായി ഉന്നയിക്കുന്നത്. ഇതിനകത്ത് ഒരു വിശുദ്ധ പശുക്കളുമില്ല. ശബരിമല പോലുള്ള ഒരു സങ്കേതത്തിൽ, ഒരു പരിപാവനമായ സങ്കേതത്തിൽ ആ ശബരിമലയെ ഒരു ധനാഗമ മാർഗമായിട്ട് അഴിമതിയുടെ, തട്ടിപ്പിൻ്റെ, കൃത്രിമത്തിൻ്റെ, വഞ്ചനയുടെ ഒരു വേദിയാക്കി ആര് മാറ്റിയാലും, അത് UDF ആവട്ടെ, LDF ആവട്ടെ, BJP ആകട്ടെ, ആരായാലും ശരി, അവരെ വെറുതെ വിടാൻ പാടില്ല. അവരെ എണ്ണണം. അവർ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തേ തീരൂ, അതിൻ്റെ ശിക്ഷ അനുഭവിച്ചേ തീരൂ. അതിൽ UDF LDF എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ധൈര്യമായിട്ട് അതിനകത്ത് ഉത്തരവാദിത്തമുള്ള 1.5 കോടിയുടെ പാത്രം വാങ്ങിച്ചതായിട്ട് പറയുന്നു. അതിന് അന്വേഷിച്ച് ചെന്നപ്പോൾ ആ പാത്രത്തിൻ്റെ പൊടി പോലുമില്ല. അതിന് ഉത്തരവാദി ഏതെങ്കിലും UDF നേതാവിൻ്റെ സഹോദരനാണെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ബന്ധുവാണെങ്കിൽ ആരുമാകട്ടെ, എത്ര വലിയ ഇതിനകത്ത് ഒറ്റ വാചകേ പറയാനുള്ളൂ, ഈ തട്ടിപ്പിൽ വിശുദ്ധ പശുക്കളില്ല, ഹോളി കൗസ് ഇല്ല. UDF ആവട്ടെ, LDF ആവട്ടെ, BJP ആകട്ടെ, ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ വേണം. Debate with Smriti Parathikkad.